നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. ഭക്ഷ്യസുരക്ഷ എന്നത് തമാശയായിട്ടുള്ള കാര്യമല്ല. വർഷം തോറും ലോകമെമ്പാടും 600 ദശലക്ഷത്തിലധികം ആളുകൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാവുന്നു. പുറത്തുനിന്ന് കഴിക്കുന്നവർക്ക് കൂടുതൽ സാധ്യത എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. എന്നാൽ പുറത്തുനിന്ന് കഴിക്കുന്നവർക്ക് മാത്രമല്ല ബാധ ഏൽക്കാറ്. ശരിയായ രീതിയിലല്ല വീട്ടിലെ ഭക്ഷണങ്ങൾ തയ്യാറാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വീട്ടിലെ ഭക്ഷണത്തിൽ നിന്നും ഭക്ഷ്യവിഷബാധ ഏൽക്കാം. പഴങ്ങളും പച്ചക്കറികളും പോലുള്ളവ പച്ചയ്ക്ക് കഴിക്കാമെങ്കിലും പല ഭക്ഷണ സാധനങ്ങളും സംസ്കരിക്കാതെ സുരക്ഷിതമല്ല. കോഴി, മാംസം, മുട്ട, പാൽ തുടങ്ങിയ പല അസംസ്കൃത ഭക്ഷണങ്ങളിലും രോഗകാരിയായ സൂക്ഷ്മജീവികൾ കാണും. വേവിക്കുമ്പോൾ ഇത്തരം ഭക്ഷണങ്ങളുടെ എല്ലാ ഭാഗവും ഒരുപോലെ കുറഞ്ഞത് 70 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും എത്തണം. ശീതീകരിച്ച മാംസം, മത്സ്യം, കോഴി എന്നിവ പാചകം ചെയ്യുന്നതിന് മുമ്പ് തണുപ്പ് പൂർണ്ണമായും മാറണം. പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളുമെല്ലാം നന്നായി കഴുകിയ ശേഷം മാത്രം കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. പാകം ചെയ്ത ഭക്ഷണങ്ങൾ ഉടൻ കഴിക്കുക. പാകം ചെയ്ത ഭക്ഷണങ്ങൾ തണുത്തു തുടങ്ങുമ്പോൾ സൂക്ഷ്മാണുക്കൾ പെരുകാൻ തുടങ്ങുന്നു. സമയം കൂടുന്തോറും അപകട സാധ്യതയും കൂടും. സുരക്ഷിതമായിരിക്കാൻ വേവിച്ച ഭക്ഷണങ്ങൾ അധികം വയ്ക്കാതെ ഉടൻ തന്നെ കഴിക്കുക. പാകം ചെയ്ത ഭക്ഷണം ശ്രദ്ധയോടെ സൂക്ഷിക്കുക. മുൻകൂട്ടി തയ്യാറാക്കിയ ഭക്ഷണം 4-5 മണിക്കൂർ കൂടുതൽ സമയം സൂക്ഷിക്കണമെങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോ 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള താപനിലയിൽ സൂക്ഷിക്കുക. അതെ, നല്ല ചൂടുള്ള ഭക്ഷണം റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കരുത്. ഇവ പെട്ടെന്ന് തണുക്കില്ല. 10 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയിൽ രോഗകാരികളായ സൂക്ഷ്മാണുക്കൾ തഴച്ചു വളരുന്നു. പാകം ചെയ്ത ഭക്ഷണങ്ങൾ ചൂടാക്കുക. പാകം ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സൂക്ഷിക്കുമ്പോൾ സൂക്ഷ്മജീവികളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുന്നു, പക്ഷേ അവയെ കൊല്ലുന്നില്ല. അതുകൊണ്ട് ഒരിക്കൽ പാകം ചെയ്ത് തണുത്തു പോയ ഭക്ഷണം വീണ്ടും ചൂടാക്കി മാത്രം കഴിക്കുക. ചൂടാക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ എല്ലാ ഭാഗത്തും കുറഞ്ഞത് 70 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പാകം ചെയ്ത ഭക്ഷണവും അസംസ്കൃത ഭക്ഷണവുമായുള്ള സമ്പർക്കം മാക്സിമം ഒഴിവാക്കുക. സുരക്ഷിതമായി പാകം ചെയ്ത ഭക്ഷണം അസംസ്കൃത ഭക്ഷണവുമായുള്ള ചെറിയ സമ്പർക്കത്തിലൂടെ പോലും മലിനമാകാം. ഇക്കാര്യം ശ്രദ്ധിക്കണം. കൈകൾ നന്നായി കഴുകുക. ഭക്ഷണം തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുമ്പും ശേഷവും കൈകൾ നന്നായി കഴുകുക. മത്സ്യം, മാംസം അല്ലെങ്കിൽ കോഴി തുടങ്ങി അസംസ്കൃത ഭക്ഷണങ്ങൾ തയ്യാറാക്കിയ ശേഷം മറ്റ് ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും കൈകൾ കഴുകുക. നായ്ക്കൾ, പൂച്ചകൾ, പക്ഷികൾ തുടങ്ങിയ വളർത്തുമൃഗങ്ങളെ ഓമനിച്ചു കഴിഞ്ഞാലും കൈ നന്നായി കഴുകണം. അടുക്കള വൃത്തിയായി സൂക്ഷിക്കുക. ഭക്ഷണങ്ങൾ വളരെ എളുപ്പത്തിൽ മലിനമാകും എന്നതിനാൽ അവ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഏത് ഉപരിതലവും തികച്ചും വൃത്തിയായി സൂക്ഷിക്കണം. വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ രോഗാണുക്കളുടെ കലവറയായി മാറാം. അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളുമായും മറ്റും സമ്പർക്കം പുലർത്തുന്ന തുണികൾക്കിടയിലൂടെ മാറ്റുകയും വീണ്ടും ഉപയോഗിക്കുന്നതിന് മുമ്പ് തിളച്ച വെള്ളത്തിൽ കഴുകുകയും വേണം. അടച്ചു വയ്ക്കുക. പ്രാണികൾ, എലികൾ, പാറ്റകൾ മുതലായ പലപ്പോഴും രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ വഹിക്കുന്നു. അതിനാൽ ഇവയെ ഒഴിവാക്കാൻ അടച്ച പാത്രങ്ങളിൽ ഭക്ഷണങ്ങൾ സൂക്ഷിക്കുക. സുരക്ഷിതമായ വെള്ളം മാത്രം ഉപയോഗിക്കുക. കുടിവെള്ളം പോലെ തന്നെ പ്രധാനമാണ് ഭക്ഷണം തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന വെള്ളവും. ജലത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് വെള്ളം നന്നായി തിളപ്പിക്കുക. കുഞ്ഞിന് ഭക്ഷണം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കണം. വയറിളക്കം, ഛർദി, വയറുവേദന എന്നിവയാണ് ഭക്ഷ്യവിഷബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ. നിർജ്ജലീകരണം കാണാം ഭക്ഷ്യവിഷബാധ ഏറ്റ പേഷ്യൻസിൽ. അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ലക്ഷണങ്ങൾ വഷളാവുന്നതിന് മുമ്പ് വൈദ്യസഹായം നേടാൻ മടിക്കരുത്. രാസപദാർത്ഥങ്ങൾ കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. മാക്സിമം വീട്ടിലെ ഭക്ഷണത്തിലോട്ട് മാറാൻ ശ്രദ്ധിക്കുക. കൂടാതെ കൂടുതലും വീട്ടിലുണ്ടാകുന്ന പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ ശ്രദ്ധിക്കുക.